എൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളെ നമ്മൾ ഒന്നുകൂടി ഒരു വിചിന്തനം നടത്തുന്നു. രണ്ടാമത്തേത് ഈ എക്സ്ട്രാ ഓർഡിനറി മിനിസ്റ്റേഴ്സ് ഓഫ് ഹോളി കമ്മ്യൂണിയൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അതിനെ നമ്മൾ ഒന്നുകൂടി അല്പം ഔദ്യോഗികമായി ഓർത്തിരുന്നു. ഓക്കെ, ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ബലിയെക്കുറിച്ചുള്ള സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചിന്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാം വിചാരം നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നവരാണ്, ധാരാളം പ്രാർത്ഥിക്കുന്നവരുമാണ്. നമ്മുടെ ചിന്തയിൽ എന്താണ് പ്രാർത്ഥന? നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം നമ്മോട് തിരിച്ചും എന്തൊക്കെയോ പറയുന്നു, നമ്മൾ കേൾക്കുന്നു. അപ്പം വിശുദ്ധ കുർബാന എന്താണ്? നമുക്ക് സൗകര്യമുള്ളപ്പോൾ രാവിലെ തന്നെ ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇല്ല വൈകുന്നേരം നമ്മൾ പോയി ബലി അർപ്പിക്കുന്നു. നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇതിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് വരട്ടെ, പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് വരും. ഈ ശരീരം സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കൈ നീട്ടി ഇങ്ങനെ തൊടുമ്പം തൊട്ടോന്ന് പറഞ്ഞ് ആ തൊടൽ കൊള്ളാൻ വേണ്ടി ദൈവം നിൽക്കുന്ന ഒന്നല്ല ബലി. നമ്മുടെ ഒരു പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ് അതാണ്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ദൈവത്തെ വിളിക്കുന്നു, ദൈവം എന്തോന്ന് വിളി കേൾക്കുന്നു. പക്ഷെ അതിലപ്പുറത്ത് ബലി എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ് ഈ ചിത്രം? മൈക്കലാഞ്ചലോ നമ്മുടെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ഈ മച്ചിൽ വരച്ചിരിക്കുന്നതാണ്. ക്രിയേഷൻ ഓഫ് മാൻ. ഈ താഴെയുള്ള വലിയ പൊക്കം ദൈവമാണ്, അത് ആദമാണ്. ഈ ചിത്രം വരച്ചതിൻ്റെ പേര് മാർപ്പാപ്പ മൈക്കലാഞ്ചലോയെ വഴക്ക് പറഞ്ഞാണ്. ബൈബിളിൽ എവിടെയാണോ ഇങ്ങനെ സംഭവം ചോദിച്ചു? ബൈബിളിൽ എവിടെയെങ്കിലും ദൈവം മനുഷ്യനെ തൊടുന്നതായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ആദത്തിൻ്റെ കൈ ഇങ്ങനെ ഈ അനസ്തീഷ്യ എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ് നഴ്സുമാരൊക്കെ ആണല്ലോ, അല്ലെ? അവരുടെ കൈ വരെ ഇങ്ങനെ തളർന്നാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കൈ ഇങ്ങനെയാണ് ഉള്ളത്, ഒരു കുന്തം കൊണ്ട് കുത്തുന്നവരെ വളരെ പവർഫുള്ളായിട്ട് പോകുന്ന ഒരു കൈയാണ്. അപ്പം വളരെ നിർജീവമായിട്ടുള്ള ഒന്നിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ തുടിക്കുന്ന എന്തോ ഒന്ന് ഇങ്ങനെ തുളഞ്ഞ് കയറുവാണ്. ആ ഒരു സ്പർശനത്തിലൂടെയാണ് ദൈവം മനുഷ്യന് ജീവൻ കൊടുത്തതെന്നാണ് മൈക്കലാഞ്ചലോ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ദൈവം നമ്മളെ തൊട്ടതിനെ ആഘോഷിക്കാനുള്ള ഒരു അസുലഭ മുഹൂർത്തമാണ് ബലി. അപ്പോൾ വിശുദ്ധ കുർബാന, ബലി എന്ന് പറയുന്നത് ദൈവത്തെ നമ്മളുടെ ആവശ്യം അനുസരിച്ച്, നമ്മുടെ ആഗ്രഹവും സൗകര്യവും അനുസരിച്ച് തൊടാനുള്ള ഒരു അവസരത്തെക്കാൾ ഉപരി ദൈവം നമ്മളെ തൊട്ടതിനെ അനുസ്മരിക്കാനും ആഘോഷിക്കാനുമുള്ള അവസരമാണ്. വിശുദ്ധ കുർബാനൊക്കെ അതൊരു സെലിബ്രേഷനാണ്, ഒരു വിരുന്നാണ്, അത് ബലിയുമാണ്. ആ ബലി എന്തിൻ്റെ അനുസ്മരണമാണ്? കാൽവരിയിൽ ഈശോ അർപ്പിച്ച ബലിയുടെ അനുസ്മരണമാണ്. അപ്പോൾ നമ്മൾ ഇനി ഈ ബലിയുടെ ഒരു ചരിത്ര പശ്ചാത്തലം, വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഇന്നുള്ള നമ്മൾ ആഘോഷിക്കുന്ന ഈ ഒരു രീതിയുടെ ഉത്ഭവം, അതിൻ്റെ ഉൽപ്പത്തി നമ്മളൊന്ന് അന്വേഷിക്കുക. നമ്മൾ ഈ ബൈബിൾ ദൃശ്യാവതരണങ്ങളിലെ സിസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ പിള്ളേർ ഒരുക്കിയിട്ടുള്ള ഒരു ചിത്രമാണ് ഈ കാണുന്നത്, അല്ലേ? ഒരു കായേനും ആവേലും. ഏറ്റവും ദുഷ്ടനായ ഒരു കൊച്ചിനെ പിടിച്ച് കായേനാക്കും, കാണാൻ കൊള്ളാവുന്ന മിടുക്കനായ ഒരു ഇച്ചിരി സ്ത്രൈണഭാവമൊക്കെ ഉള്ള ഒരു ആൺകൊച്ചിനെ പിടിച്ച് ആവേലും ആക്കും. നമ്മുടെ എല്ലാം ബലിയിൽ ഈ കായൻ മഹാദുഷ്ടനും ആവേല് പരമപരിശുദ്ധനുമാണ്, അല്ലേ? അങ്ങനെയാണ്. പക്ഷേ എന്നിട്ട് പറയും ഈ ആവേല് നല്ലൊരു ആടിനെ, സൂപ്പർ ഒരു ആടിനെ ബലി അർപ്പിച്ചു. കായൻ അവൻ്റെ കുറേ പതിരും ഉപ്പെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചു എന്നുള്ളതാണ് നമ്മുടെ ബൈബിൾ ദൃശ്യാവതരണത്തിലെ ഒരു അല്ലേ? അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. പക്ഷെ ബൈബിൾ പറയുന്നുണ്ടോ കായൻ ബലി അർപ്പിച്ചത് മോശം വസ്തുക്കൾ കൊണ്ടാണെന്ന്? ഉണ്ടോ? ഇല്ല. ദൈവം കായനോട് വന്ന് വഴക്ക് കൂടുമ്പം ദൈവം എന്താ പറയുന്നത്? നീ ഈ സെക്കൻഡ് ക്ലാസ് സാധനമൊക്കെ എനിക്ക് തന്നെന്നാണോ പറയുന്നത്? ദൈവം എന്നാ പറയുന്നത്? നിന്റെ മുഖം എന്തുകൊണ്ടാണ് വാടിയിരിക്കുന്നത്? എന്താണ് പ്രശ്നം? കായനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ബൈബിൾ വചനമാണ്. അതിന്റെ കാരണം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിന്റെ മുഖം. എപ്പോഴാണ് നമ്മുടെ മുഖം വാടുന്നത്? മനസ്സിന് സന്തോഷം ഇല്ലാത്തപ്പോഴാണ്. അപ്പം പുള്ളി വലിയ സന്തോഷമൊന്നും ഇല്ലാതെ വലിയ അതാണ് പ്രശ്നം. അല്ലാതെ ആളുകൊണ്ടേ വെച്ച് അർപ്പിച്ച സാധനങ്ങളുടെ ക്വാളിറ്റി ആയിരുന്നില്ല പ്രശ്നം. മറിച്ച് ഇയാളിത് കൊണ്ടേ കൊടുത്ത മനോഭാവം ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല.
അതാണ് ദൈവം അത് ഉചിതമായിട്ട് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ല. അപ്പോൾ ഉചിതമായിട്ട് ചെയ്യേണ്ടതാണ് ബലി. അത് നമ്മളുടെ മനോഭാവങ്ങളെ അതേപടി പ്രതിഫലിപ്പിക്കാനുള്ള ഒരിടം അല്ല. അതെവിടെയാ? നമുക്ക് തോന്നുന്നതെല്ലാം ചെയ്യാൻ പറ്റുന്ന സ്വാതന്ത്ര്യ സ്ഥലം എവിടെയാ? നമ്മുടെ വീടാണ് അല്ലേ? അവിടെ അപ്പൻ അമ്മയെ തെറി പറയാം, അമ്മയ്ക്ക് അപ്പനോട് വഴക്കുണ്ടാക്കാം, മക്കൾക്ക് അനുസരിക്കാതിരിക്കാം, പാത്രമൊക്കെ എടുത്ത് എറിയാം, തിന്നാതിരിക്കാം. അത് വീടാണ്. ആ വീട്ടിൽ കൊച്ചത്തെ വന്നിരിക്കുവാണെങ്കിലോ വീട് സക്രാരി പോലെ ഇരിക്കുമല്ലേ? എന്നും പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയുള്ളൂ. ഒരു വഴക്കും വയ്യാവേലിയില്ല. അപ്പോൾ ഈ ദേവാലയം എന്ന് പറയുന്ന സ്ഥലം ഉചിതമായിട്ട് പ്രവർത്തിക്കേണ്ട, ഔചിത്യം നോക്കി പ്രവർത്തിക്കേണ്ട ഒരു ഇടമാണ്, ബലിയർപ്പണത്തിന്റെ ഇടം. അപ്പോൾ മനോഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ ബലിയെയും ബാധിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഒരു ബലിയർപ്പണത്തെ കുറിച്ച് ബൈബിളിലുള്ള ആദ്യ വിവരണം പറയുന്നത് അതിലെ വെസ്റ്റ്മെൻസിനെ കുറിച്ചോ അതിലെ വസ്തുക്കളെ കുറിച്ചോ അതെന്തോരം നേരം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്നിനെ കുറിച്ചോ അല്ല. ഇതിനെ കുറിച്ചാണ് പറയുന്നത്? മനോഭാവം. അതാണ് അടിസ്ഥാനം. മനോഭാവം ഇല്ലെങ്കിൽ ഒരു ബലിയും ബലിയാകുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ ഈശോയെ എടുത്തുകൊണ്ട് ഒരാൾക്ക് കൊടുക്കുന്നു. ഞാൻ ഈശോയാണ് എൻ്റെ കയ്യിൽ എടുക്കുന്നത്, ഞാൻ കൊടുക്കുന്നത് ഈശോ ആണെന്ന് എനിക്കൊരു ചിന്ത ഇല്ലെങ്കിൽ നമ്മൾ വിഷ്ണുവിൻ്റെ ബാഡ്ജ് കൊടുക്കുന്ന പോലെ മേരി വിജയ സപ്ലൈ ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പനാശൊക്കെ സപ്ലൈ ചെയ്യുന്ന പോലെ ഇരിക്കും. ഇവിടെ അതൊക്കെ പറയണം. അപ്പോൾ അതേ ഉള്ളൂ. അപ്പം അതിനപ്പുറം ഈ ഒരു മനോഭാവം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ വരുന്ന കാണുമ്പോൾ തന്നെ അവർക്കറിയാം. ആൾക്കാരെ ആരോട് മുട്ട നിൽക്കാൻ പറയണ്ട. കുർബാന സ്വീകരിക്കാത്തവർ മുട്ടുമേ നിൽക്കേണ്ടതാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അച്ഛൻ വരുന്ന കാണുമ്പോഴേ അവർ നിൽക്കും. അച്ഛൻ ഈ നമ്മുടെ പുസ്തോതി പിടിക്കുന്ന രീതി കണ്ടാൽ അറിയാം. ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ നമ്മുടെ ഇങ്ങനെ കയ്യിൽ ഇതിങ്ങനെ പിടിച്ചോണ്ട് ഇത് ഇങ്ങനെയൊക്കെ പിടിച്ചങ്ങ് പോവുകയാണെങ്കിൽ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ആൾക്കാർ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. അത്രയും നമ്മളൽപ്പം ഭക്തിപൂർവ്വം അത് പിടിക്കുന്ന രീതി കണ്ടാൽ തന്നെ ആൾക്കാർക്ക് അറിയാം അച്ഛന് ഇതിനകത്തുള്ള വസ്തുവിനോട് വിശ്വാസം ഉണ്ടെന്ന്, സിസ്റ്ററിനുണ്ടെന്ന് അറിയാം അല്ലേ? സംശയമില്ല. അപ്പോൾ ഈ ബലിയുടെ ആദ്യ വിവരണം തരുന്ന ഒരു പാഠമാണ് ബലിയർപ്പണത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം മനോഭാവമാണ്. മുമ്പോട്ട് പോകാം. ഇനി കായലിന്റെ മനോഭാവമാണ് അവൻ്റെ ബലിയെ തിരസ്കൃതമാക്കുന്നത്. നമുക്കിനി വിശുദ്ധ കുർബാനയുടെ ഒരു പ്രാതിരൂപം, ഇതിൽ ഏറ്റവും പഴയ ഒരു പൂർവികനായിട്ട് നമ്മൾ കാണുന്ന ഒന്ന് പഴനിയൂത്തിലെ മന്നയാണ് അല്ലെ? ദൈവത്തിൻ്റെ അനന്ത പരിപാലനയുടെ പ്രതീകമാണ്. മനുഷ്യന് വിശക്കുമ്പോൾ, അവന് മരുഭൂമിയിൽ ആഹാരമില്ലാതാവുമ്പോൾ, മനുഷ്യന് അവൻ്റെ പ്രയത്നം വഴി ആഹാരം കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം കൊടുത്ത സ്വർഗീയ ഭക്ഷണമാണ് മന്ന. മന്നയുടെ ഒരു ചിത്രം ഏതാണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അന്ന് ഫോട്ടോഗ്രാഫിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, അഹ്റോന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്തു വച്ചിട്ടില്ല. നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സാധനം കിട്ടും. അത് പുല്ലിൻ്റെ മേലെ മഞ്ഞ് കൊണ്ട് നടക്കുന്നതാണെന്നുള്ളതാണ് വിശ്വാസം. ഇതിലെ ഉപ്പുമാവൊക്കെ ഉണങ്ങാനിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. എനിവേ, ഇതുപോലെ പ്രഭാതമാകുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മേലെ ഇങ്ങനെ പെയ്ത് കിടക്കുന്ന ഒരു വെളുത്ത വസ്തുവാണ് മന്ന. നല്ല മധുരമാണ് കഴിച്ചോ? അപ്പൊ ഈ മഞ്ഞയെ കുറിച്ച് പറയുന്ന കാര്യം, മഞ്ഞയുടെ പ്രത്യേകത, മഞ്ഞ എങ്ങനെ ഇരിക്കും? മഞ്ഞ നല്ല വെളുത്താണ് ഇരിക്കും. നമുക്ക് വെളുപ്പോടെ സ്നേഹം കൂടുതലുണ്ട്. രണ്ട് തേൻ പോലെ അത് മധുരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രത്യേകതകൾ മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് ചിന്തകളാണ്. ഒന്ന് വെളുപ്പ്, കറുപ്പിനടുത്തെന്നൊക്കെ സിനിമയിലെ പാട്ടുള്ളൂ അല്ലെ? പുറത്തായാലും പാടുമോ? ഇല്ല. രണ്ടാമത്തെ കാര്യം, അത് തേൻ പോലെ മധുരിക്കണം. എന്ത് ഷുഗർ ആണെങ്കിലും നമുക്ക് മധുരത്തോടൊരു താല്പര്യമുണ്ട്. അപ്പം ആദ്യത്തെ അവതരണത്തില് ഈ മന്നയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഹൃദ്യമായ ഒരു വിവരണമാണ്. മന്ന വളരെ സൗന്ദര്യമുള്ളതാണ്, നിർമ്മലമാണ്, അത് മധുരമുള്ളതാണ്. പുറപ്പാടിന്റെ പുസ്തകം 16:31. അത് പിന്നീട് പുറപ്പാട് കഴിഞ്ഞ് സംഖ്യയിലേക്ക് വരുമ്പോഴേക്കും മന്നയുടെ വെളുപ്പൊക്കെ പോയി. അവിടെ പറയുകയാണ്, എണ്ണ ചേർത്ത് ചുട്ട അപ്പത്തിൻ്റെതുപോലെയായിരുന്നു അതിൻ്റെ രുചി. എപ്പോഴാണ് അപ്പത്തെ നമുക്ക് എണ്ണയുടെ രുചി ഫീൽ ചെയ്യുന്നത്? അത് എപ്പോഴാണ്? നല്ല പാരച്ചൂട്ട് എണ്ണ തേച്ചിട്ട് അപ്പം ചൂടുമ്പോഴാണോ? എണ്ണ കാറുമ്പോഴാണ് അല്ലേ? എണ്ണയ്ക്ക് അല്ല, അപ്പത്തിനൊരു കനച്ച ചുവയുണ്ട്. എണ്ണ
പഴയതായിരുന്നോ നമ്മൾ ചോദിക്കും. എനിക്ക് കുക്കിംഗ് ഒരു പരിചയമൊന്നുമില്ല, നിങ്ങൾക്ക് കുറച്ച് പരിചയമൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് ഞാൻ പറയേണ്ട ഉത്തരവാണ്. അപ്പൊ എണ്ണ ചേർത്ത് ചുട്ട അപ്പത്തിൻ്റെതുപോലെ ആയിരുന്നു അതിന്റെ രുചി. ജസ്റ്റ് ബിക്കം സംതിങ് ഓർഡിനറി. വീട്ടിൽ അമ്മ ചുട്ട് തരുന്ന ഒരു സാധാരണ അപ്പത്തിന്റെ ലെവലിലേക്ക് ഒരു പുസ്തകത്തിൽ നിന്ന് അടുത്ത പുസ്തകത്തിലേക്ക് എന്തെങ്കിലും മാറി. പുറപ്പാടിൽ നിന്ന് സംഖ്യയിലേക്ക് വരുമ്പോൾ വരുന്ന മാറ്റമാണ് ഇറ്റ് ജസ്റ്റ് ബിക്കം സംതിങ് ഓർഡിനറി, ഒരു സാധാരണ വസ്തുവായിട്ട് മാറി. ഇത് വീട്ടിൽ അമ്മ മഞ്ഞ തന്നെ, അത് അമ്മ ഇപ്പൊ ചുട്ടു തരുന്ന അപ്പം പോലെ ഇരിക്കുന്നു. അതിന്റെ എല്ലാ സവിശേഷതകളും നഷ്ടപ്പെട്ടു, വെണ്മ പോയി, മാധുര്യം പോയി, അത് ഒരു സാധാരണ കനച്ച അപ്പം പോലെയായി. അല്ലേ? എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? എന്തെങ്കിലും പറയണം കേട്ടോ. ഞാൻ വലിയ അറിവുകൊണ്ടാണോ എന്നല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമ്പോൾ കൂട്ടിച്ചേർക്കുവാണെങ്കിൽ അത് എനിക്ക് അടുത്ത ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുക്കാം. അതിന്റെ റോയൽറ്റി കൊണ്ട് നിങ്ങൾക്ക് ഓക്കെ. സംഖ്യ 21 എത്തുമ്പോഴത്തേക്കും സംഗതി ഇച്ചിരി സീരിയസ് ആയി. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾക്ക് മടുത്തു. മഞ്ഞയ്ക്ക് വല്ല മാറ്റം വന്നോ? മന്ന ഒന്ന് തന്നെയാണ്. പുറപ്പാടിലും സംഖ്യയിലും നിയമാവർത്തനത്തിലും മന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ എന്ത് പ്രശ്നം വന്നു? മന്ന സ്വീകരിക്കുന്ന ആൾക്ക് മാറ്റം വന്നു. ഈ നിരന്തരമായ പരിചയം ഒരു വസ്തുവിനെ നമുക്ക് വെറും സാധാരണമായ ഒന്നാക്കി മാറ്റും. ഞാനത് കുർബാനയെ കുറിച്ച് പറഞ്ഞു. ചൊല്ലി അച്ഛന്മാർക്ക് അതൊരു സാധാരണ സംഭവമായിട്ട് മാറും. കുരിശുമണി അടിക്കുമ്പോഴേ, നടമണി അടിക്കുമ്പോഴേ കയറി ഉടുപ്പിട്ട് വന്നാൽ ഏത് അബോധാവസ്ഥയിൽ അന്നാ കഥാതിരും വരും, വരാതിരിക്കുകയല്ല. സുവിശേഷം വായിച്ചു കഴിഞ്ഞാൽ ഒരു ഒരുക്കം ഇല്ലെങ്കിലും സുവിശേഷ പ്രസംഗം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആൾക്കാർ ഫോട്ടോ ഇടുമ്പോൾ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾക്ക് മടുത്തു. അപ്പൊ ഇവിടുത്തെ പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെയാണ്, മന്നയ്ക്ക് മാറ്റമൊന്നും വന്നില്ല. മന്നയെ സമീപിക്കുന്ന ആളിന്റെ മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ട്. അതാണ് ആബേലിന്റെയും കായേന്റെയും ബലിയർപ്പണത്തിലും കാണുന്നത്. മനോഭാവത്തിൽ വരുന്ന മാറ്റം ബലിയെ ഒരു സാധാരണ പ്രവൃത്തിയാക്കി മാറ്റാം. ഇനി എസെക്കിയേലിന്റെ പുസ്തകം 47:1 മുതൽ ഉള്ള തിരുവചനങ്ങൾ എനിക്ക് വളരെ ധ്യാനിക്കാൻ ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. അവിടെ ബലിപീഠത്തെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. ബലിപീഠത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള ദേവാലയം ഓറിയന്റൽ ദേവാലയമാണ്. ദേവാലയം പണിയുമ്പോൾ എങ്ങോട്ട് പണിയണം? കിഴക്കോട്ട് പണിയണം. എസെക്കിയേൽ ഒരു ഓറിയന്റൽ ആയിരുന്നു നമുക്ക് പറയാം. ഇപ്പോഴത്തെ വലിയ വിഷയം അതൊക്കെയാണ്. യെസ്, അതിനകത്ത് ബലിപീഠമുണ്ട്. അവിടെ പറയാം, ഇതാണ് നമ്മുടെ പഴയ നിയമകാലത്തെ ഒരു ബലിപീഠം. എൻ്റെ റിസർച്ച് ബലിപീഠത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു നീർച്ചാല് ഒഴുകുക. നിങ്ങൾ ആ ഭാവം ഒന്ന് വായിച്ചു. ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? പഠിക്കുന്നോട്ട് കുഴപ്പമില്ല, പിന്നെ ഓർത്ത് എടുത്തേച്ചാൽ മതി. യെസ്. അപ്പോൾ ആ ബലിപീഠത്തിനടിയിൽ നിന്ന് ഒരു നീർച്ചാൽ ഒഴുകുന്നു. അത് പിന്നെ മനോഹരമായിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. അത് ആദ്യം ഒഴുകുമ്പോൾ ഒരു കൊച്ചരുവി പോലെ ഒഴുകുന്നത്. അത് പാദങ്ങളെ, നമ്മുടെ ചെരുപ്പൊക്കെ നനയ്ക്കാൻ മാത്രമുള്ള ആഴമേ അതിനുള്ളൂ. പക്ഷെ അത് പിന്നീട് എങ്ങനെയാണ്? അത് മുട്ടോളം എത്തുന്നു, അരയോളം എത്തുന്നു. അതിന് പാട്ടില്ലേ? മുട്ടോളം ആരാ പാട്ടുകാര്? ഈ കല്ലുകൾ പാർത്തു വിളിക്കുന്നു. അപ്പൊ ഇത് അവസാനം മനുഷ്യനെ നീന്തിയാലും കടക്കാൻ വയ്യാത്ത ആഴമുള്ള ഒന്നായിട്ട് മാറുന്നു. മാത്രമല്ല, അത് പോകുന്ന വഴികളെ കുറിച്ച് പറയുകയാണ്. അത് പോകുന്ന വഴിയിൽ ഇരുകരകളിലും ഇല പൊഴിയാതെ മരങ്ങൾ നിൽക്കും, വൃക്ഷങ്ങൾ. ഇനി ആ മരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിലെ പഴങ്ങൾ ഭക്ഷണത്തിന്, അതിന്റെ ഇലകൾ രോഗശാന്തിക്ക്. അത് പോകുന്ന വഴി മുഴുവനും സമൃദ്ധി കൊടുത്തുകൊണ്ട് പോകുന്നു. അതിൽ നിറയെ മത്സ്യങ്ങൾ ഇങ്ങനെ നീന്തി കുടിക്കുന്നു. അതിനുശേഷം അത് കടലിൽ ചെന്ന് അതിനെ ശുദ്ധമാക്കുന്നു. കടലിലെ വെള്ളം ഉപ്പാണ്. ഈ അരുവി ഒഴുകിച്ചെന്ന് ഒരു നദിയായി കടലിൽ ചെന്ന് അതിനെ ശുദ്ധീകരിക്കുന്നു. വിശുദ്ധ കുർബാനയെ കുറിച്ച് പഴയ നിയമത്തിൽ ഇതിൽ മനോഹരമായിട്ടുള്ളൊരു വിവരണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, നമ്മൾക്ക് ഒരു പള്ളിയിൽ പോകുമ്പോൾ ബലിപീഠം കാണുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് തോന്നുന്നു. അല്ലേ, ഒരു ചെറിയ ഒരു അച്ഛൻ്റെ ഒരു ആശ്രമവും ഒരു കുഞ്ഞപ്പമൊക്കെ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. 47 വളരെ വളരെ ലളിതമായ ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ ആഴം മനസ്സിലാകണമെങ്കിൽ നമ്മൾ അതിലൊന്ന് ഇറങ്ങി നടന്നു നോക്കണം. വിശുദ്ധ കുർബാന എന്താണെന്ന് ഒന്ന് അനുഭവിച്ച് നോക്കണം. നമുക്ക് മനസ്സിലാവും അത് നമ്മളെ മൊത്തം സമഗ്രമായിട്ട് വിടുന്ന ഒരു അനുഭവമാണ്. ഈശോ ആണ് എൻ്റെ കയ്യിലേക്ക് വരുന്നത്
ഞാൻ ഈശോയെയാണെന്ന് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഒരു ഉറച്ച ബോധ്യത്തോടുകൂടി നമ്മൾ ഈശോയെ സ്വീകരിച്ച ദിവസം ഓർക്കാം. നിങ്ങൾ നിത്യവ്രതം ചെയ്ത അന്ന് നന്നായിട്ട് ഒരുങ്ങി ഈശോയെ സ്വീകരിച്ച ദിവസം, ഇല്ലേ വ്രതവാഗ്ദാനം നടത്തിയ അന്ന് ഈശോയെ സ്വീകരിച്ചത്, ഇല്ലെങ്കിൽ നിങ്ങൾ പിറന്നാളിൻ്റെ അന്ന് ഒരുങ്ങി കുമ്പസാരിച്ചിട്ട് ഈശോയെ സ്വീകരിച്ചത്, ഇല്ലേ ഫീസ്റ്റിൻ്റെ അന്ന്, അങ്ങനെ ഇനി നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റേതെങ്കിലും ദിവസങ്ങളിൽ അതെന്ത് ഹൃദ്യമായിട്ടുള്ള ഒരു തീവ്രമായ അനുഭവമായിരുന്നു. അത് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്ന് രാവിലെ ബെല്ലടിച്ചപ്പോഴേ വെയിലൊക്കെ എടുത്തിട്ട് ഓടിപ്പോയി സ്വീകരിച്ച ദിവസങ്ങളുമുണ്ട് തീർച്ചയായും. നമ്മൾ ധ്യാനിക്കുന്തോറും അത് നമ്മളെ മുഴുവനും വിഴുങ്ങുന്ന, നമ്മളെ മുക്കി പൊക്കുന്ന ഒന്നാക്കി അത് മാറി. മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് എവിടെയെല്ലാം അത് നനവ് പടർത്തുന്നു, ഉണങ്ങിപ്പോയ എന്തിനെയെല്ലാം അത് വീണ്ടും തളിരണിയിക്കുന്നു, എവിടെയൊക്കെ അത് നമ്മുടെ വിശപ്പുകളെ ശമിപ്പിക്കുന്നു, നമ്മുടെ രോഗാവസ്ഥകളെ സുഖപ്പെടുത്തുന്നു, അശുദ്ധികളെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഈ ബലിപീഠത്തിനടിയിൽ നിന്ന്, ഇതിലെ ബലിപീഠത്തിൽ നിന്ന് വരുന്ന ഒരു ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്തോളാം. ഈ പവർപോയിന്റ് മുഴുവനും ഇത് തന്നേക്കാം, നിങ്ങൾക്ക് നാളെ പോയി ക്ലാസ്സൊക്കെ എടുക്കണ്ടേ. യെസ്, അപ്പോൾ നമുക്ക് ബലിപീഠത്തിനരികിലേക്ക് പോകാം. വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്, മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. സങ്കീർത്തനം പറയാണല്ലോ, കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും, അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസം ഉറപ്പിക്കും. മനോഹരമായ സങ്കീർത്തന വാക്യം. വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. ഈ കലാകാരന്റെ പേര് എവിടെയും കിട്ടാനില്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ 12 പേരേ ഉള്ളൂ. എത്ര പേരുണ്ടാവേണ്ടതാണ് വാസ്തവത്തില്? ഈശോയെ കൂട്ടി, അതെ ഈശോയെ കൂട്ടിട്ട് 12 പേരെ ഉള്ളൂ. എണ്ണി വയ്ക്കേ. നിങ്ങൾ ആരും മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നവരില്ല അല്ലേ? ഉണ്ടോ? മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നവര് ഇല്ല. ഒരാൾ ചിലപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിനനുസരിച്ച് അപ്പോൾ സ്വീകരിച്ച പാടും യൂദാസ് പുറത്തേക്ക് പോയി, പുറത്ത് അന്ധകാരമായിരുന്നു, അവർ ഇരുട്ടുന്നുണ്ട്. അപ്പൊ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നതിൽ എന്റെ വീട്ടിൽ ഞാൻ ഇത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കൂട്ടുമുറിയിൽ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. കാരണം ഇത് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു ഡോക്ടറേറ്റ് ചെയ്യാൻ മാത്രമുള്ള വിഷയം ഈ പെയിന്റിങ്ങിലുണ്ട്. എന്താണ് വിശുദ്ധ കുർബാനയെന്നും വിശുദ്ധ കുർബാനയിൽ മനോഭാവത്തിന് എന്ത് പ്രാധാന്യമുണ്ടെന്നും ഈ നിൽക്കുന്ന ആൾ നമുക്ക് പറഞ്ഞു തരും. ബാക്കി എല്ലാവർക്കും ഒരു മനോഭാവമാണ്, ഇതെന്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുകയും. യൂദാസിന് ആ ശരീരം എന്താണ്? 30 വെള്ളിക്കാശാണ്, വെട്ടിക്കൊടുക്കാനുള്ള ശരീരമാണ്, ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ശരീരമാണ്. ബാക്കി എല്ലാവർക്കും വലിയ കാര്യം പിടികിട്ടിയില്ലെങ്കിലും വാങ്ങി കഴിക്കാനും പാനം ചെയ്യാനുമുള്ള ശരീരവും രക്തവുമാണ്. മനോഭാവം മാറുമ്പം ആള് അന്ധകാരത്തിലാണ്. ഒരേ വിഭൂതിശാല തന്നെയാണ്, ഒരു ഭിത്തിയുടെ മറവ് മാത്രമേ ഉള്ളൂ. ഈശോ അവിടെ തന്നെ ഇരിപ്പുണ്ട്. പങ്കുവയ്ക്കുന്ന വിഭവങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ മനോഭാവത്തിൽ വരുന്ന ഒരു ചെറിയ മാറ്റം ആ ആളെ ബഹിഷ്കൃതനാക്കുന്നു, അവനെ അന്ധകാരത്തിലേക്ക് മാറ്റിക്കൊടുക്കുന്നു. അപ്പോൾ വിശുദ്ധ കുർബാന നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഒരു പാട്ടാണ്. അച്ഛൻ ഞാൻ പറ്റി പാട്ടുകാരനും അല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ടും കാലുകൊണ്ടും എല്ലാം എഴുതി പിടിച്ച് എടുത്ത് ചാടുന്ന ഒന്നാണ് ഈ അന്നാ പെസഹ. പക്ഷേ ആ അന്നാ പെസഹയുടെ അതിൽ ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ കുർബാന തുടങ്ങാമെന്നൊക്കെ ഉണ്ട് ടെക്സ്റ്റില്. ഒരു ഉചിതമായ ആമുഖത്തോടു കൂടി വേണമെങ്കിൽ തുടങ്ങാം. വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ഒരാൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേർച്ചയിടാനുള്ള പൈസ എടുത്തോ എന്നുള്ളതിനേക്കാൾ ഉപരി മനോഭാവത്തെക്കുറിച്ചാണ്. അനുരഞ്ജനപ്പെടാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യത്തോടെയാണ് നമ്മൾ ബലി അനൗദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നപ്പോഴാണ് അത്യുന്നതങ്ങളിൽ നിന്നുള്ള ഗീതത്തോടു കൂടിയാണ്. ഒരു ഡീപ്പ് ഹഗ്ഗാണ് നമ്മൾ കാണുന്നത്. 2 പേര് കെട്ടിപ്പിടിക്കുകയാണ്. അത് ധൂർത്തപുത്രനെ പിതാവ് ആലിംഗനം ചെയ്യുന്ന ചിത്രമാണ്. അതിനകത്ത് ഈ ആളുടെ ഈ കണ്ണൊക്കെ നോക്കി, ഞാൻ ചെറിയൊരു കലാകാരനൊക്കെ ആയിരുന്നു പണ്ട് എൻ്റെ യൗവനത്തിലൊക്കെ. അതുകൊണ്ട് ഈ ചിത്രം എന്നെ ആകർഷിച്ചാണ്. ആ കണ്ണുകൾ നോക്കി എന്തൊരു ആലസ്യത്തിലാണ് അല്ലേ, അതിങ്ങനെ എല്ലാം മറന്ന് ഇങ്ങനെ അങ്ങ് കെട്ടിപ്പിടിക്കുക. ഈ ആരെ കെട്ടിപ്പിടിക്കുന്നത് ഓർക്കണം. അവകാശമില്ലാത്ത ഓഹരി മേടിച്ച് പോയി എല്ലാം കളഞ്ഞിട്ട് നശിച്ച് തിരിച്ചു വരുന്ന ഒരുത്തരെയാണ് ഈ പിതാവ് ഇത്രയും വികാരവായ്പോടെ കെട്ടിപ്പിടിക്കുന്നത്. ഒരു ഡീപ്പ് ഹഗ്ഗാണ്. ഈ ഹഗ്ഗിന്റെ മനഃശാസ്ത്രവും ഒക്കെ നിങ്ങൾക്ക് പിന്നീട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. വിഷമിച്ചു വരുന്ന ഒരാളിനെ
ഒന്ന് കെട്ടിപ്പിടിച്ചാൽ അത് നോക്കണം ആരെയാണെന്ന്. പക്ഷേ കെട്ടിപ്പിടിക്കുമ്പം ആൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജി നിസ്സാരമാണ്. അപ്പൊ ഇവിടെ ഈ അന്നാപസര തിരുനാളിൽ നിന്ന് നമ്മൾ ചെന്ന് ചൊല്ലുമ്പോൾ ഈ ധൂർത്തപുത്രന്റെ അതേ അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും. നമ്മളാരും ഈ പുണ്യ പരിശുദ്ധിയുടെ പരമപീഠം കയറിയവരൊന്നുമല്ല, സാധാരണ മനുഷ്യരാണ്. പക്ഷേ നമ്മൾ ഇത് പാട്ട് പാടുമ്പോൾ ഈ ഒരു മനസ്സോടുകൂടി നമ്മൾ ആലിംഗനം ചെയ്യാൻ ഒരാൾ ആ ബലിവേദിയിൽ ഉണ്ട്. അതൊരു വലിയ പ്രത്യാശയായിട്ട് നമുക്കുണ്ടാവണം. ശുദ്ധമായ മനസ്സോടെ രമ്യതയാർന്ന ബന്ധങ്ങളോടെ ബലിപീഠത്തെ നമ്മൾ സമീപിക്കണം. ഇനി ഈ മനോഭാവത്തെ കുറിച്ച് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈശോ പറയുന്നത്. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വാക്യം തന്നെയാണത്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സഭയില് രൂപതകള് അച്ഛന്മാര് തമ്മിൽ തല്ലുന്നത് ഈ ബലിയുടെ അടിസ്ഥാന കാര്യങ്ങളെ ചൊല്ലിയാണ്. ദേവാലയം എങ്ങോട്ട് നിർമ്മിക്കണം, അതിന്റെ ദർശനം എങ്ങോട്ടായിരിക്കണം, അച്ഛൻ എങ്ങോട്ട് തിരിഞ്ഞു നയിക്കണം, ഏതെല്ലാം പ്രാർത്ഥന ചെല്ലണം, എത്ര തവണ ചെല്ലണം തുടങ്ങിയതെല്ലാം ഭയങ്കര വിഷയങ്ങളാണ്. ചെല്ലുമ്പോഴേക്കും ഇപ്പം ക്ലാസ്സിനെ പഠിക്കുമ്പോൾ അച്ഛൻ ഏത് രീതിയാണ്, ഓറിയന്റലാണോ ആന്റി പ്രസന്റൻ ദൈവത്തെ ഒക്കെ ചോദിച്ചില്ല, ഞാൻ നന്ദി പറയുകയാണ്. അങ്ങനെ ഒരു ചോദ്യം ഇല്ലാതെ ക്ലാസ്സിൽ പൊതുവെ കിട്ടാറില്ല. പിന്നെ വടവാതൂരായതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഓറിയന്റൽ ആയിരിക്കണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും എന്നെ വിളിക്കുന്നവർക്കും ഉണ്ട്. ഞാൻ രണ്ടും അല്ല എന്നുള്ളതാണ് ഞാനൊരു തോന്നിവാസിയാണ്, എനിക്ക് തോന്നുന്ന പോലെയാണ്. പക്ഷെ സഭയുടെ കാഴ്ചപ്പാടെ ഞാൻ പറയാറുള്ളൂ. അപ്പൊ ഇവിടെ ഈശോ പറയുന്ന ഈ വാക്യത നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിൽ ധ്യാനിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, നീ ദേവാലയത്തിൽ കാഴ്ച അർപ്പിക്കാനായി പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് വഴിയിൽ വെച്ച് ഓർത്താൻ. ഇത്രയും കാര്യം വളരെ സിമ്പിളാണ്. നമ്മൾ എന്തോരം ഓർത്തേക്കുന്നു. ഈശോയെ പുള്ളിക്കാരത്തിയോട് സോറി പറഞ്ഞില്ലല്ലോ, വെല്ലിച്ചനോട് ഇന്നലെ നിഷേധം പറഞ്ഞിട്ട് അച്ഛ തെറ്റിപ്പോയെന്ന് പറഞ്ഞില്ലല്ലോ, സെമിനാരിലെ സ്റ്റാഫ് മീറ്റിങ്ങിൽ ഇല്ലാത്ത ബഹളം ഉണ്ടാക്കി ഒറ്റപ്പാടുണ്ടാക്കിയിട്ട് അച്ഛനോട് സോറി പറയാതെ ആണല്ലോ രാവിലെ പാട്ട് വഴിക്ക് പോകുന്നതൊക്കെ പോകുന്ന വഴിക്ക് ഓർക്കും. സങ്കീർത്തിയിൽ നിന്ന് ഈ ബലിപീഠം വരെയുള്ള വഴി ഇച്ചിരി നീളാനുള്ള കാരണമാണ്. ഈ പോകുന്ന വഴിക്ക് ഫ്രണ്ടിൽ രൂപ വീശിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഇത് ഓർത്തോടെ പോകുന്നത് ആ ഒരു ചമലോടെയാണ് ചെന്ന് പിള്ളേർ ചിരിച്ച് കാണിക്കുന്നത്. അങ്ങനെയാണ് ഇത്രയും കാര്യം നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ ഓർക്കുന്നു. പക്ഷെ അടുത്ത കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാഴ്ചവസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക. അപ്പൊ ഏതാ പ്രധാനപ്പെട്ടത്? ബലിയർപ്പണമാണോ രമ്യതപ്പെടലാണോ? രമ്യതപ്പെടലാണ്. കാഴ്ചവസ്തു ഇവിടെ വെക്കാനാ പറഞ്ഞേക്കുന്നത്. വഴിയിൽ നമ്മൾ എവിടുന്നാണ് ഓർക്കുന്നത് അവിടെ വെച്ചിട്ട് പോകണം. തിരിച്ചു വരുമ്പോ അവിടെ കാണണം നിൽക്കുന്ന വല്ലതും ഉണ്ടോ? ഈശോ പറയുന്ന കാലഘട്ടം കൂടി ഓർക്കണം. നമ്മുടെ ഇന്നത്തെ പോലെ ഈ എല്ലാവരും സെക്യൂരിറ്റിയും ക്യാമറയും CCTV എന്നുള്ള കാലമല്ല. ഇപ്പോ ആണെങ്കിൽ പിന്നെ അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. ഇതവിടെ വെച്ചിട്ട് പോയി ആരെങ്കിലും പോയതാണ്. വസ്തുവിന്റെ ബലിയർപ്പിക്കാൻ പറ്റുമോ? നമുക്കൊരു കാക്കയും ഒരു തക്സയും ഒരു കാസയും പിരാസിന്റെ ബലിയർപ്പിക്കാം. പണ്ടത് പറ്റുമോ? ആടോ ധാന്യമോ എണ്ണയോ മാവൊക്കെ ഇല്ലെങ്കിൽ ബലിയർപ്പിക്കാനും പറ്റിയല്ല. അപ്പൊ ഈ കാഴ്ച വസ്തു അവിടെ വെച്ചിട്ട് പോയിട്ട് സഹോദരൻ രമ്യതപ്പെടുക. ആ ബലിയർപ്പണത്തെക്കാളും പ്രധാനപ്പെട്ടതാണ്, പവിത്രമാണ് മനോഭാവം, രമ്യത. ആ ഒരു അനുരഞ്ജനത്തിന്റെ മനസ്സ് ഇല്ലാത്ത ബലിയർപ്പണമേ അല്ല. അതാണ് ഈശോ വീണ്ടും പറയുന്നത്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് എനിക്ക് ലോകം മുഴുവൻ പറയണമെന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന അവസരം ക്ലാസ്സിന് പോകുന്നു. അതുപോലെ തന്നെ സമരക്കാരി ചോദിക്കുന്ന ഒരു വാക്യമില്ലേ, യഥാർത്ഥ ബലി ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ആൾക്കാർ പറയുന്നു എവിടെയാണ്? സമരിയായിലാണ്. എവിടെയാണ് ശരിക്കുള്ള ബലിയർപ്പണം? എവിടെയാ ബലിയാണ് ഒറിജിനൽ? ഈശോ പറഞ്ഞ മറുപടി എന്താണ്? ആ മലയിലും അല്ല, ഈ മലയിലും അല്ല, ആന്റി ഓറിയന്റിലും അല്ല, ഓറിയന്റിലും അല്ല. എവിടെയാണ് ബലിയർപ്പണം? അത് ആത്മാവിലും സത്യത്തിലുമാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ പാരഫർണാലിയാസ്, നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളുടെ ഒന്നും അകമ്പടി ഇല്ലാത്ത ഒരു ബലിയർപ്പണമുണ്ട്. അതാണ് യഥാർത്ഥ ബലിയർപ്പണം. അതിൽ ഇതൊന്നും പ്രധാനപ്പെട്ടതല്ല. സിസ്റ്റർ തന്നെ 4 വർഷവും മുട്ടൂരിയെല്ലാം കുത്തി പൂവെല്ലാം വെച്ച് അലങ്കരിച്ചോ എന്നുള്ളതൊന്നും പ്രധാനപ്പെട്ടതല്ല. ഈ ഇതിന്റെ ഋതമൊക്കെ ഇഷ്ടപ്പെടെ കൃത്യം ചാടി പാടാൻ പറ്റുമോ എന്നുള്ളതും പ്രധാനപ്പെട്ടതല്ല. മറ്റ് എന്തെല്ലാം കാര്യങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിലും ഈ ഒരു മനോഭാവം, രമ്യതയുടെ ഒരു മനോഭാവം ഇല്ലെങ്കിൽ ആ ബലിയർപ്പണം ശുഷ്കമായിട്ട് മാറും എന്നുള്ള ഒരു സൗമ്യമായ ഓർമ്മപ്പെടുത്തല് ഈശോ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ എല്ലാ ഈ സീറോ മലബാർ ദേവാലയങ്ങളുടെ പ്രത്യേകതയാണ് ദേവാലയത്തിന്റെ ആനവാതിലിന്റെ അപ്പുറം ഇപ്പുറയും നമ്മൾ മുൻകാർ കൂട് വെക്കുന്നുണ്ട്.
ഇത് ഞാൻ കണ്ടുപിടിച്ചല്ല, നമ്മളിവിടെ നിന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറം കയറി ഇറങ്ങണം. ഇപ്പം ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇറ്റലിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് കൊറോണ ലോകത്തെല്ലാം വ്യാപിച്ചത്. അപ്പോൾ ഞാൻ ഖത്തർ ദോഹ വന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഈ വയറിന് മരുന്നടിക്കുന്ന പോലെ അവിടെ നിന്ന് നമ്മളെ മരുന്നടിക്കുവാണ്. ഈ സാനിറ്റൈസറെ നമ്മുടെ ദേഹത്ത് മൊത്തം അടിച്ചേക്കുവാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ പോകുന്ന ചൈനക്കാരും ജപ്പാൻകാരെല്ലാം നിന്ന് കൊള്ളുന്നുണ്ട്, നമ്മളും പോയി നിന്ന് കൊണ്ടു. പിന്നെ അവരവിടെ കവാടം മാറ്റി ഒരു 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 കട്ടള വെച്ചേക്കുവാ. അതേക്കൂടെ ഇങ്ങനെ ഷവർ പോലെ ഇത് വീടാണ്, എനിക്ക് അവിടെ കൂടെ കയറി ഇറങ്ങണം. അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കോളും. കൊറോണ അർത്ഥമുള്ള ഇതുമാർക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റൽ ഡിറ്റക്ടറൊക്കെ കടന്നു വരുന്ന പോലെ നമ്മൾ ഈ കുമ്പസാരക്കൂടെ കയറിയിട്ട് വേണം പള്ളിയിലേക്ക് പ്രവേശിക്കാൻ. അതിന് രമ്യതപ്പെട്ടിട്ടേ ഇതിനകത്ത് കയറാവുള്ളൂ. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് കുമ്പസാരക്കൂടെന്ന് തോന്നുവാണ്. ഇനി രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 18-ാം അധ്യായം 30 മുതലുള്ള തിരുവചനങ്ങൾ. 1 രാജാക്കന്മാർ 18-30 ഏലിയായുടെ ബലിയർപ്പണമാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ കാറ്റഗറീസ് എടുക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം പിള്ളേർക്ക് ഈ കോമ്പറ്റീഷൻ ഭയങ്കര ഇഷ്ടമാണ്. ബാലിന്റെ പുരോഹിതന്മാരും യഹോവയുടെ പുരോഹിതനും തമ്മിലുള്ള ഒരു റെസ്ലിംഗ് മത്സരം പോലെയാണ്. അതിൽ ആരാണ് വിജയിക്കുക? ഇപ്പൊ തുടക്കത്തിലൊക്കെ ബാലിന്റെ പുരോഹിതന്മാർ ജയിച്ചിരിക്കുന്നു, അവസാനം നമ്മുടെ ഏലിയ അതിനെ ഓവർടേക്ക് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ഈ ഏലിയ ഈ ബലിയർപ്പണത്തെ മനോഹരമാക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നതാണ്. പുള്ളി ആദ്യം ചെയ്യുന്ന കാര്യം പറയാണ്, ആളുകളോട് അടുത്തു വരുന്നു. ബാലിന്റെ പുരോഹിതന്മാര് വൈകുന്നേരം വരെ തലമുറയിട്ട് ദേഹത്ത് ആയുധം കൊണ്ട് വെട്ടി മുറിവേൽപ്പിച്ച് രക്തം ചിന്തി എല്ലാം പിടിച്ചിട്ടും ബാല് വരുന്നില്ല. അപ്പം പിന്നെ അടുത്തത് ടൈമീസ് എന്നൊക്കെ പറഞ്ഞ ഏരിയ കയറി വരുമോ, ഇനി അനങ്ങിപ്പോയേക്കുന്നത്, ഇനി ഞങ്ങളുടെ സമയമാണ്. ഏരിയ പറഞ്ഞ കാര്യം എന്താണ്? കം ക്ലോസ്, എല്ലാവരും അടുത്തു വരികയും. ജനം അടുത്ത് ചെന്നു. ചില വികാരിമാരുണ്ട്, എല്ലാവരും പള്ളിയിൽ കയറാതെ ഈ ബേമയുടെ മുമ്പിൽ നിന്ന് നിൽക്കാതെ കുർബാന തുടങ്ങുന്ന പ്രശ്നമില്ല. അച്ഛൻ വൈകുന്നേരം അത്താഴത്തിന് നേരം അവിടെ നിൽക്കും, ആൾക്കാർ അപ്പുറത്ത് നിൽക്കും, അടുക്കുകയില്ല. പക്ഷെ ഇവിടെ ഒരു നന്മയുണ്ട്. പറഞ്ഞപ്പോൾ അവര് അടുത്ത് ചെന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരൊന്നിച്ചു കൂടി തകർന്നു കിടക്കുന്ന ബലിപീഠം കേടുപോകും. അതിങ്ങനെ ചെതറി, അത്ര നാൾ അവഗണിച്ച് കിടന്നുകൊണ്ട് അതിങ്ങനെ ചെതറി കിടക്കുമായിരുന്നു. അതിലെ കേടുപോക്കി. എന്നിട്ട് ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്ക് പകരം 12 കല്ലുകൾ അവർ പെറുക്കിയെടുത്തു. അതുകൊണ്ടാണ് അവര് ബലിപീഠം നിർമ്മിച്ച് അതില് ബലി അർപ്പിക്കുന്നത്. അപ്പോൾ ഈ വീണ്ടും ഈ മനോഭാവത്തിലേക്ക്, ഈ ഒരുമയുടെ ഈ ഒരു മനസ്സ്, ഇനി ഈ ബലിപീഠവും അതിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ വസ്തുക്കളും ഈ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെയും പ്രതിനിധികളാണ്, റെപ്രസെന്റേറ്റീവ്സ് ആണ്. അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഞങ്ങളെ ദൈവസന്നിധിയിൽ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഇടവപ്പള്ളി പെരുമുന്നപ്പള്ളിയാണ്, വേദാവൂർ ഫോറനയിലെ തലശ്ശേരി രൂപക്കാരനാണ് ഞാൻ. ആ പള്ളിയുടെ 47ാമത്തെ എങ്ങാണ്ട് വാർഷികമായി. ആ പള്ളി ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര രോമാഞ്ചമാണ്. കാരണം ആ പള്ളി പണിയുന്ന നേരത്തെ എൻ്റെ അപ്പൻ്റെ അപ്പൻ, എൻ്റെ വല്യപ്പൻ പള്ളിയുടെ കൈക്കാരനായിരുന്നു. അപ്പം എൻ്റെ വല്യപ്പൻ്റെ വേർപ്പും ചോരയും ആ പള്ളിയുടെ ഭിത്തിയിലും നിലത്തും ഉണ്ടെന്ന് എനിക്ക് ഭയങ്കര ഫീലാണ്. ആ പള്ളിയിലാണ് എൻ്റെ മാമോസം നോക്കിയത്. ആ പള്ളിയിൽ തന്നെയാണ് ഞാൻ പട്ടം മേടിച്ചത്. എൻ്റെ അനിയനെ കെട്ടിച്ചത്, എൻ്റെ പെങ്ങന്മാരുടെ പിള്ളേരെല്ലാം മാംസം മുക്കിയതൊക്കെ ആ പള്ളിയിലാണ്. അപ്പോൾ ആ പള്ളിയിൽ ചെന്ന് കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ മാത്രം എനിക്ക് വേറെ എവിടെ തോന്നാത്ത ഒരു അപകർഷബോധമൊക്കെ വരും. ഭയങ്കര പ്രശ്നം. അപ്പുറമൊക്കെ പറയും വേവിച്ചതിന്റെ പ്രശ്നം പുറത്തൊക്കെ സൂപ്പറാണ്, ഇവിടെ വരുമ്പോൾ അങ്ങ് പഴയ പോലെ എങ്ങനെയാവാതെ ഇതൊക്കെ ഓർക്കുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുമ്പോഴെല്ലാം പോവും. അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ബലിപീഠത്തെ കുറിച്ച് ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഇത് നമ്മളെ, ഈ പള്ളിയിൽ വന്നിരിക്കുന്ന ആളുകളെ ഒന്നിപ്പിക്കുന്ന, അവരെ മുഴുവൻ പേരെയും ദൈവസന്നിധിയിൽ പ്രതിനിധീകരിക്കുന്ന ഒന്നാണെന്നുള്ള ഒരു ഓർമ്മയുണ്ടെങ്കിൽ ബേമ പഴയ ബേമയല്ല, പള്ളി പഴയ പള്ളിയല്ല. അവിടെയാണ് അടുത്ത തിരുവചനം എഫെസോസ് 2:19-22. നമ്മൾ കാണാതെ പഠിക്കേണ്ട, നിങ്ങളെല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. വലിയ പഠിക്കേണ്ട ഒരു തിരുവചനമാണ്. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹോദരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്, പടുതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ ക്രിസ്തുവാണ്.
പരിശുദ്ധമായ ആലയമായി ചെയ്യുന്നു. എന്ത് മനോഹരമായ ഒരു വിവരണമാണ്. ഒരു ഒരു കെട്ടിടത്തെ കുറിച്ച് ഈശോ പറയുകയാണ്. ഒരു ഭവനമാണ്. പക്ഷെ ആ ഭവനം പണിതുയർത്തിയിരിക്കുന്നത് കല്ലുകൾ കൊണ്ടാണ്, ശിലകൾ കൊണ്ടാണ്. അതിലെ ഓരോ ശിലയും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേർന്ന് ഒട്ടിപ്പിടിച്ച് അതിനെ ഒരു സൗധമാക്കുന്നത് പോലെ. ഒന്നില്ലെങ്കിൽ ഇല്ല, അതിൻ്റെ കുറവോടെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ആണ് നമ്മുടെ ദേവാലയം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഓരോ മനുഷ്യനും നിൽക്കുന്നത്. ഇതിൻ്റെ അടിത്തറ ആരാണ്? അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാണ്. ദൈവത്തിൻ്റെ കൂടെ നടന്നവരും ദൈവത്തിൻ്റെ സ്വരമായ ആളുകളുമാണ് ഇതിൻ്റെ അടിത്തറയായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവാണ്. നമ്മളെ എല്ലാവരെയും ഇപ്പം നിങ്ങൾ എന്നെ കാണുമ്പോൾ സ്തുതി എഴുതുന്നു, ഞാൻ നിങ്ങളുടെ സ്തുതി എഴുതുന്നു. നമുക്ക് യാതൊരു പരിചയവും. എന്നെ കാണുമ്പോൾ നിങ്ങൾ ചിരിച്ചു കാണിക്കുന്നു, ഞാൻ നിങ്ങളെ ചിരിച്ചു കാണിക്കുന്നു. ഇല്ല, നമ്മൾ ആരും ഇതിനു മുന്നേവരെ കണ്ടിട്ടില്ല. ഇല്ലല്ലോ, ഒരു സാധ്യതയില്ല. ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. നിങ്ങളെങ്ങാനും കരുതസിലെങ്ങാനും ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ പിള്ളേരെ കൊണ്ടൊക്കെ അവിടെ ഇഞ്ചക്ഷൻ കുപ്പിക്കാനൊക്കെ വരുമ്പോൾ ഞാൻ ദൂരെങ്ങാനും മാസ്ക് വെച്ച് കണ്ടിട്ടുണ്ടാവും. അതിപ്പോൾ യാതൊരു പരിചയവും. അപ്പോൾ ഇങ്ങനെ ദൂരെ ആയിരിക്കും. ഞാനും പ്രശ്നത്തിന് റോമിൽ നിന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു മുൻപരിചയം ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങളുടെ സുഹൃത്തുക്കളാകാനുള്ള കാരണം ഈ പൗരോഹിത്യവും കത്തോലിക്ക സഭയും മാത്രമാണ്. ഇതിൻ്റെ നമ്മൾ കണ്ടുമുട്ടു പോലുമില്ല. അപ്പോൾ ഈ ആളുകളെ കൂട്ടി ഇണക്കുന്ന ഈ മൂലക്കല്ലെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഇപ്പൊ ലോകത്തിൽ എവിടെയെല്ലാം ബലികൾ അർപ്പിക്കപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം ആളുകൾ ഒരു സമൂഹമായിട്ട് ഒന്നുചേരുന്നുണ്ടോ, ബലിയർപ്പിക്കാനായിട്ട് ആളുകൾ ഒന്നുചേരുന്നുണ്ടോ, അവിടെയെല്ലാം മൂലക്കല്ലായിട്ട് ക്രിസ്തുവുണ്ട്, അടിസ്ഥാനങ്ങളായിട്ട് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ഉണ്ട്. ഇങ്ങനെ ക്രിസ്തുവിൽ ഈ പണിയപ്പെടുന്ന ഭവനം ആരിലൂടെയാണ് വളർത്തപ്പെടുന്നത്? അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അത് പരിശുദ്ധമായ ആലയമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കണ്ടിന്യൂസ് ടെൻസാണ്, പ്രസന്റ് കണ്ടിന്യൂസ്, വളർന്നുകൊണ്ടിരിക്കുക. എന്നും ഓരോ ദിവസവും അത് വളർന്നുകൊണ്ടിരിക്കുക. എന്നും വളരുന്ന ഒന്നായിട്ട് ഈ ഭവനം മാറും. നിങ്ങൾ ആരെങ്കിലും ഈമായവ് എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ഈമായവ് സിനിമ കാണാനില്ല അല്ലേ? ദൃശ്യം 2 ഇറങ്ങിയത് കണ്ടായിരുന്നോ? ഇന്നലെ റിലീസായിരുന്നു. ഞാൻ രാത്രി ചെയ്ത് മുഴുവൻ ആമസോൺ പ്രൈമിലൊക്കെ ഉണ്ട്. അടുത്ത ഒന്നില്ലേ? ഒരു അക്കൗണ്ടൊക്കെ കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ ഈമായവ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ പറ്റിയ കാണണം. അത് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ഈമായവ്, ഈശോ മറിയ യൂസഫ് കേട്ടിട്ടുണ്ടല്ലേ? ആ സിനിമയുടെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു സുന്ദരമായ പ്രദർശനമുണ്ട്. ഇങ്ങനെ കടത്തീരത്തുകൂടി ഒരു ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രദർശനം. കുറേ വെള്ളിക്കുരിശും സ്വർണ്ണക്കുരിശൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പ്രദർശനമാണ്. അപ്പം നമ്മളിത് കണ്ട ഒരു പ്രദർശനമാണ്. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമ്മൾ പള്ളിയിലേക്ക് നടത്തുന്ന ഒരു യാത്രയാണ്. അല്ലെങ്കിൽ നമ്മുടെ മുറിയിൽ നിന്ന് നമ്മുടെ ചാപ്പലിലേക്ക് പോകുന്ന ഒരു യാത്ര. അതൊരു തീർത്ഥാടനമാണ്. നേരത്തെ പറഞ്ഞവർ പോകുന്ന വഴിക്ക് പല കാര്യങ്ങൾ ഓർത്ത് അല്ലെ, പണ്ട് ഇങ്ങനെ ഈ അകന്ന ഒരുക്കം, അടുത്ത ഒരുക്കം, ഏറ്റവും അടുത്ത ഒരുക്കം, പിന്നെ ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരുങ്ങി ഏറ്റവും അടുത്ത ഒരുക്കമായിട്ട് പോകുന്നത് അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഈ തീർത്ഥാടനം പ്രദക്ഷിണത്തെക്കുറിച്ചുള്ള ചെറിയ ചില ചിന്തകൾ ഞാനിന്ന് വരുവാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ 6 പ്രദക്ഷിണങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാമോ? ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് ദേവാലയത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ എന്താണ്? സങ്കീർത്തിയിൽ നിന്ന് വരുന്ന ഒരെണ്ണമാണ് അല്ലേ? നമ്മൾ സങ്കീർത്തിയിൽ നിന്ന് കാർമേലിനും പിള്ളേരെല്ലാം കൂടെ തിരിയെല്ലാം പിടിച്ച് തിരിയെല്ലാം തുറന്ന് ആൾക്കാരെ വന്ന് കുമ്പിട്ടിട്ട് ബേമയിലേക്ക് വരുന്നു. ഓക്കെ. മൂന്നാമത്തെ സുവിശേഷ പ്രദർശനമാണ് അല്ലെ? വളരെ ആഘോഷമായിട്ട് തിരിയെല്ലാം പിടിച്ച് തൂക്കുറ്റിയെല്ലാം ആയിട്ട് വരുന്നു. നാലാമത്തെ നമ്മൾ ബേമയിൽ നിന്ന് തിരിച്ച് മുകളിലേക്ക് പോകുന്നു. ഈശോയെ പടയാളികൾ കൊണ്ടുപോയതിന് അനുസ്മരണമായിട്ട് പിന്നെ കാഴ്ച വസ്തുക്കളെ നമ്മൾ ബലിപീഠത്തിലേക്ക് സംവഹിക്കുന്നു. അഞ്ചാമത്തെ ബലിപീഠത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വിശുദ്ധ കുർബാന ഈശോയെ കൊണ്ടുവരുന്നു. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നു. ആറാമത്തത് തിരിച്ചു പോകുന്നു. ഈശോയെ സ്വീകരിച്ച് ശക്തരായിട്ട് നമ്മൾ ഭവനങ്ങളിലേക്ക് മടങ്ങുന്നു. ലാറ്റിൻ കുർബാനയിലുണ്ട് ദ മാസ് ഈസ് എൻഡഡ്. അപ്പൊ എന്നാ
മറുപടി ദൈവസ്തുതി. ഇടപാട് തീർന്നല്ലോ, ദൈവത്തിന് സ്തുതി. പക്ഷെ വാസ്തവത്തില് അതിന്റെ ഏറ്റവും പഴയ ലാറ്റിൻ തർജ്ജമ പറയുന്നത് മാസ് ഈസ് എൻറ്റേർഡ്. അതുപോലെയാണ് നമുക്ക് വിശുദ്ധ കുർബാനയായി പോകാം. കൈ പിടിച്ചോട്ട് പോകാന്നല്ല, നമ്മള് വി ബിക്കം ദ യൂക്കറിസ്റ്റ്. നമ്മുടെ ഉള്ളിൽ ഈശോ വന്നു. ഇനി നമ്മൾ പോകുന്നത് എങ്ങനെയാ? സാധാരണയും അറിയാമയായിട്ടല്ല പോകുന്നത്. നമ്മള് വിശുദ്ധ കുർബാനയായിട്ട് പോവാണ്. ഇനി നമ്മളെ കാണുന്നവർ ആരെ കാണും? ഈശോയെ കാണും, വിശുദ്ധ കുർബാനയെ കാണും. അപ്പം ഈ നമ്മുടെ പ്രദക്ഷിണങ്ങളെ കുറിച്ച് നമ്മുടെ ഈ ഒരു പള്ളിയിൽ വന്നിരിക്കുമ്പോൾ മാത്രം ഈശോയെ കാണുമ്പോൾ മാത്രം ഉള്ള ഒരു ഫീലിങ്ങിനപ്പുറത്ത് ഈ പറഞ്ഞതുപോലെ ഈ തുടക്കം മുതലേ നമ്മുടെ ഈ ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു തിരിച്ചറിവായിട്ട്, ഒരു പ്രദർശനമായിട്ട് നമ്മൾ ഇതിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ മനോഭാവങ്ങളിലേക്ക് വരാൻ വലിയ അല്പവും കൂടെ അനുഭവമുള്ളൊരു കാര്യമാകാൻ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് സമാധാനം കൊടുക്കുമ്പോൾ ഈ ആളുടെയും സമാധാനം കിട്ടുന്നുണ്ട്, സമാധാനം തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്, ഒരു കുത്തൊന്നും അല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ അത് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഒരു ബലിയിൽ പങ്കെടുത്തിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത്? 3 കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നാണ് കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത്. എന്തൊക്കെയാണ്? വചനം കിട്ടുന്നുണ്ട്, പ്രസാദവരം, വിശുദ്ധ കുർബാന തരുമ്പോ എന്നൊക്കെയാ പറയുന്നേ? ശരീരം രക്തവും ചുമ്മാ അതേറ്റവും അവസാനത്തെ കാര്യമാണ്. അതിനുമ്പ് 2 കാര്യം കൂടെ ഉണ്ട്. ഇനിയിപ്പോ ഇന്റർവ്യൂ തരുന്നില്ല, വന്നാലും പറയും അച്ഛാ എന്നോട് ചോദ്യം ചോദിച്ചേക്കല്ലേ. കടങ്ങളുടെ പൂർത്തിയും മോചനവും നിത്യജീവനും. സിസ്റ്റേഴ്സിന്റെ കാസർഗോഡ് ക്ലൂ കൊടുത്താൽ മതി, ഉത്തരം അറിയേണ്ടത്. അച്ഛന്മാർക്ക് ക്ലൂ അല്ല, ഉത്തരം കൊടുത്താലും കാര്യമൊന്നുമില്ല, അവര് വിറകോടി ഇരിക്കുകയുള്ളൂ. അപ്പൊ കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനം, നിത്യജീവൻ, ഈ 3 കാര്യങ്ങൾ ഏത് വിശുദ്ധ കുർബാനയിലും നമുക്ക് കിട്ടും. അത് അച്ഛൻ വേണ്ടത്ര ഒരുക്കമില്ലാതെ ബലി അർപ്പിച്ചാലും, കുർബാനക്കിടയിൽ കരണ്ട് പോയാലും, പ്രസംഗം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, മോർഗൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇനി ഗായക സംഘം ഉണ്ടെങ്കിലും, എന്താണെങ്കിലും ഏത് വിശുദ്ധ കുർബാനയിലും ഈ 3 കാര്യങ്ങൾ നമുക്ക് ഉറപ്പാണ്. കടങ്ങളുടെ പൂർത്തി, പാപങ്ങളുടെ മോചനം, നിത്യ ജീവൻ. ഞാൻ അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ആവശ്യമില്ല. ഇനി ഈ 3 കാര്യങ്ങളെ സ്വന്തമാക്കാനായിട്ട് നാം ചെല്ലുന്നത് എങ്ങനെയാണ്? നമ്മളായിട്ട് തന്നെയാണ്. നമ്മുടെ സകല അയോഗ്യതകളോടും കുറവോടും കൂടി തന്നെയാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്. എന്താണ് ഉറപ്പ്? ഇതിനെ ദൈവം കൈകാര്യം ചെയ്തോളും, ദൈവം പരിഹരിച്ചോളും, അല്ലേ? ആ ഒരു ഉറപ്പോടു കൂടിയാണ് നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്നത്. ഏശയ്യായെ ദൈവം ശുദ്ധീകരിക്കുന്ന രംഗമാണ്. നമ്മുടെ മാലാഖ ബലിപീഠത്തിൽ നിന്ന് കൊടിയിൽ കൊണ്ടെടുത്ത തീക്കനലുമായിട്ട് ചേർന്ന് ഏശയ്യായെ സ്പർശിക്കുവാണ്. ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾക്ക് അയോഗ്യതകളും കുറവുകളെല്ലാം ഉണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അതിന് പരിഹാരം ഉണ്ട്. ഇനി ഈ പരിഹാരത്തിന് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന 3 വിശേഷണങ്ങളെ നമ്മൾ പരിശുദ്ധ കീർത്തനത്തിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്. പരിശുദ്ധൻ, ബലവാൻ, അമർത്യൻ. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത്? ദൈവം പരിശുദ്ധനായതുകൊണ്ട്. അതിനേക്കാൾ ഉപരി നമ്മൾ പരിശുദ്ധരല്ലാത്തതുകൊണ്ടാണ്, അല്ലേ? നമ്മൾ പരിശുദ്ധരല്ല, ദൈവം മാത്രമേ പരിശുദ്ധനായിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ സകല അശുദ്ധികൾക്കും ആരാണ് പരിഹാരം? ദൈവം മാത്രമാണ്. ബിക്കോസ് യു ആർ ഹോളി, നീ പരിശുദ്ധനാണ്. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങളെ പരിശുദ്ധിയുള്ളവരാക്കി മാറ്റാൻ കുറച്ചു നേരത്തേക്കെങ്കിലും ആക്കാനായിട്ട് കഴിയും. വീണ്ടും ഞങ്ങൾ അശുദ്ധരാകും, നീ വീണ്ടും ഞങ്ങളെ പരിശുദ്ധരാക്കും. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അവന് വരുന്ന 3 അടിസ്ഥാന മനോഭാവങ്ങളാണ്. ഒന്ന്, തിന്മയിലേക്കുള്ള മനുഷ്യന്റെ ചായ്വ്. അത് ഉൽപ്പത്തി പുസ്തകം മുതലേ നമ്മൾ കാണുന്നുണ്ട്. ഏദൻ തോട്ടത്തില് ഒന്നിന്റെയും കുറവില്ല, പാപത്തിന്റെ ഒഴികെ, അല്ലെ? എല്ലാം അവിടെ ഉണ്ട്. പാപം അവിടെ ഇല്ലെന്ന് ബാക്കി എല്ലാം ഉണ്ട്. അതാണ് പാമ്പ് കൊണ്ടുവരുന്നത്. അപ്പോൾ മനുഷ്യന്റെ പ്രകൃതി തിന്മയിലേക്കുള്ള ചായ്വ്, അതാണ് പരിശുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയുന്നത്. അപ്പോൾ ഈ പരിശുദ്ധിയെ ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത, പരിശുദ്ധിയുടെ മൂർത്തിമത് ഭാവമായിട്ട് നിൽക്കുന്ന ആള് ദൈവം മാത്രമാണ്.
അപ്പോൾ തനിക്ക് തിന്മയിലേക്കുള്ള ചായ്വിനെ തിരിച്ചറിയുന്ന മനുഷ്യൻ ദൈവത്തെ എന്ത് വിളിക്കുന്നു? പരിശുദ്ധനെന്ന് വിളിക്കുന്നു. രണ്ടാമത്തേതാണ് മനുഷ്യന്റെ ശാരീരിക ദുർബലത. എല്ലാവരുടെയും ആഗ്രഹം 6 pack ഉണ്ടാകണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എണ്ണിയ 6 വണ്ണം വെച്ചേക്കുന്നവരെങ്കിൽ ഇരിക്കണം. പക്ഷെ ഒരു അരിച്ചാക്ക് വെച്ചേക്കുന്നവരെയാണ് അവിടെ ഇരിക്കുകയുള്ളൂ. റൈസ് പാക്ക് കിട്ടും 6 packന്. ആഗ്രഹം അതാണ്. എല്ലാവരുടെയും ആഗ്രഹം മിസ്റ്റർ കേരളയായിട്ടൊക്കെ നിൽക്കണം. ഞാനൊക്കെ ചെറുപ്പത്തില് ഈ വീട്ടില് ഈ കുരുമുളക് മരത്തിന്റെ ചോട്ടി വീഴുന്ന പെറുക്കിയും ഈ കശുവണ്ടി പെറുക്കിയും എല്ലാം പാത്തു വെച്ച് കുറെ പൈസ സമ്പാദിച്ച് മേടിച്ചുകൊണ്ടിരുന്ന സാധനം ബൈബിൾ ചിത്രകഥയാണ്. മൈക്കിൾ കാര്യമാറ്റത്തിന് എഴുതുന്ന ബൈബിൾ ചിത്രകഥ. നിങ്ങൾ ആരും വായിച്ചിട്ടില്ല? ഉണ്ട്. എൻ്റെ പോലെ തലശ്ശേരി എന്നാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതില് സാംസൺ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കവർ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു സിംഹത്തിനെ ഇങ്ങനെ വലിച്ചു കീറുന്ന സാംസനാണ്. അത് കണ്ടപ്പോൾ മുതൽ ഭയങ്കര ആഗ്രഹമാണ് ഇതുപോലെ ആരോഗ്യമുള്ള വണ്ണമുള്ള മസിലുള്ള ഒരാളാവണമെന്ന്. ആയത് അപ്പം നമ്മൾ എന്തോരം ആഗ്രഹിച്ചാലും ഈ ജലദോഷവും തുമ്മലും കൊറോണയൊക്കെയുള്ള മനുഷ്യരായാലും നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പക്ഷെ എന്നും ആരോഗ്യവാനായിട്ട് ഒരുപോലെ ഇരിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ. അതാരാണ്? അതാണ് നീ ബലവാനാണ്. ഞങ്ങളോ? ഞങ്ങൾ ദുർബലരാണ്. നീയാണ് മിസ്റ്റർ കേരള, ഞങ്ങൾ ദുർബലരാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ എല്ലാവരുള്ള പേടിയാണ് എന്തെങ്കിലും തട്ടിപ്പോവും, മരിക്കുന്നുള്ള ഉറപ്പാണ്. പക്ഷെ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കൊറോണ പിടിച്ചാണോ, വണ്ടി മറിഞ്ഞാണോ, പശു കുത്തിയാണോ, ഷോക്ക് അടിച്ചാണോ എന്നൊന്നും അറിയത്തില്ല. മൈക്ക് പിടിക്കുന്ന കാരണമാണ് പിടിച്ചിട്ട് ഷോക്ക് അടിച്ചെങ്കിലോ അങ്ങനെ ഓടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മരിക്കുമെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മളെ കാര്യം മനുഷ്യര് മർത്യരെന്നൊക്കെ വിളിക്കുന്നത് മരണം ഉള്ളവരാണ്. നീ ആരാണ്? നീ അമർത്യയാണ്. അപ്പോൾ ഒരു ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ യേശുദാസിനെ കാണാൻ ഓർക്കുന്നേ. യേശുദാസ് നമ്മൾ കാണുവാണ്, നമ്മൾ എന്നാ ഓർക്കും? പാട്ടുകാരനുണ്ട് ഈശോയെ, എന്റെ പാട്ട് മോശം നല്ല ഓർക്കുള്ളൂ. യേശുദാസിന് നല്ല മസിലാണോ നല്ല ചിന്തിക്കുമോ? ഇല്ല. നമ്മൾ മിസ്റ്റർ കേരളയോട് വേണ്ടുമ്പോൾ എന്നാ മസിലായി, എന്നാ നിൽക്കുക, എന്നാ നെഞ്ചുവരുവാണ്, നമ്മൾ ഇത്രയും ഉള്ളുന്നത് അല്ലേ. ആ ആളുടെ പോസിറ്റീവിനോട് നമ്മുടെ നെഗറ്റീവ് നമ്മൾ വെച്ച് ചിന്തിക്കും. അതുപോലെ ഈ ദൈവം എന്ന് പറയുന്ന ആൾ ഇങ്ങനെ സർവ്വവ്യാപിയായിട്ട് ഈ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 നെഗറ്റീവ് ചിന്തകളാണ്. ഒന്ന്, നമ്മുടെ തിന്മയിലേക്കുള്ള അശുദ്ധിയിലേക്കുള്ള നമ്മുടെ ചായ്വ്. 2, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ശാരീരിക ദുർബലതകൾ. 3, മരിക്കും എന്നുള്ള നമ്മുടെ ഭയം, ചിന്ത, മരിക്കുന്ന ഓർപ്പ്. ഈ 3ന് പരിഹാരമുള്ള ആൾ ആരാണ്? ദൈവം മാത്രമല്ല. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ കീർത്തനത്തിൽ ദൈവത്തിനെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ഈ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിക്കുന്നത്. ഇനി നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് മുമ്പ് കാർമികയും ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. അങ്ങോട്ട് ഇങ്ങനെ കുനിഞ്ഞു നിന്നുകൊണ്ട് ചൊല്ലുന്ന, വളരെ സ്വരതാത്തി ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. കർത്താവായ ദൈവമേ, കഴി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെളിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ. അപ്പൊ എങ്ങനെയാണ് അതിവിശ്വാസത്തേക്ക് പ്രവേശിക്കേണ്ടത്? എങ്ങനെയാണ്? കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയം. കൈ കഴുകുന്നൊക്കെ അവിടെ ചെന്നതിന് ശേഷം കാഴ്ച വെക്കാൻ നേരത്ത്. പക്ഷെ കഴുകേണ്ടത് എന്താണ് വാസ്തവത്തിൽ? ഈ ഹൃദയം കഴുകാൻ മേലാത്തതുകൊണ്ടാണ് കൈ കഴുകുന്നത്. ഈ ഹൃദയം കഴുകുന്നതിന്റെ ഒരു പ്രതീകാത്മകമായ അവതരണമാണ് കൈ കഴുകുന്നത്. വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടെ ഈ കൈ തൂത്ത് വൃത്തിയാക്കുമ്പോൾ മനസാക്ഷിനെയാണ് നമ്മൾ തുടച്ച് വൃത്തിയാക്കുന്നത്. പ്രവേശിച്ച ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ. അവിടെ ഭക്തി വേണം, ശ്രദ്ധ വേണം. ചുമ്മാ എഴുതി പോയാൽ പോരാ. 5 പേര് ഫാൻ ഇങ്ങനെ അടിച്ച് മറിക്കുമ്പോൾ ഇനി ഇവിടെ വെച്ച് ഉറങ്ങാൻ പോകരുത്. ശ്രദ്ധ ആവശ്യമുണ്ട്. വിശുദ്ധിയോടുകൂടി അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ. ഇത് അർപ്പിക്കുന്നത് മനുഷ്യനായതുകൊണ്ട് തീർച്ചയായിട്ടും മാനുഷികമായ വശങ്ങൾ അതിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ആധ്യാത്മികവും മാനുഷികമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. അപ്പൊ ദൈവത്തിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു മനുഷ്യന് ഉള്ളിൽ തോന്നുന്ന ഒരു ബലിപീഠത്തിന് മുമ്പിലേക്ക് ആദ്യമായിട്ട് ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ പട്ടമൊക്കെ മേടിച്ചിട്ട് ആദ്യത്തെ കുർബാനയ്ക്ക് അർപ്പിക്കുമ്പോൾ വരുന്ന ഒരു ഫീലിംഗ് ഇതിനേക്കാളും സ്ട്രോങ് ആണ്. നിങ്ങൾ ഈ ഇതെല്ലാം എഴുതിയിട്ട് ബലിപീഠത്തെ കൊണ്ടുപോയി വെക്കുന്ന ഒരു രംഗമില്ലേ? കാണുന്നവർ കൊണ്ട് വെക്കുന്ന ഒരു കടലാസാണ് അല്ലേ? ഒരു A4 ഷീറ്റ് സിസ്റ്റർ കമന്ന് കിടന്ന് ഒപ്പിട്ടിട്ട് കൊണ്ടുപോയി വെക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി വെച്ചത് എന്നതാ? ഒരു കടലാസാണോ? നിങ്ങളുടെ ജീവിതമാണ്.
അതെങ്ങാനും കാറ്റത്ത് പറന്നു പോയാലോ? അതുകൊണ്ടാണ് പ്രൊവിക്ഷാമ നല്ലൊരു ഫേവറേറ്റിന് ഓടിക്കൊണ്ട് വെക്കുന്നത് അല്ലേ? അത് നമ്മുടെ ആ കർമാസ് നമ്മുടെ ജീവിതമാണ്. നമ്മൾ ഒപ്പിട്ടത് നമ്മുടെ ചോര കൊണ്ട് ഒപ്പിട്ടേക്കുന്നത്. അപ്പൊ ആ ഒരു അന്ന് ബലിപ്പെടുത്തേണ്ടതെങ്കിൽ ചെല്ലുമ്പോൾ പണ്ടത്തെ പോലെയാണോ? നമ്മൾ തലേദിവസമൊക്കെ ചൊറിയാനും കുത്താനെല്ലാം കൂടിയതാ. പക്ഷെ ഇന്ന് ആ സാധനം അതുപോലെയാണോ? അത് വെറൊരു മേശയല്ല. അതിലപ്പുറം നമ്മൾ ഈ കൊടുക്കുന്നതിനെ കൈനീട്ടി സ്വീകരിക്കുന്ന എന്തോ ഒന്നായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിനടുത്തേക്ക് പോകുമ്പോഴുള്ള മനോഭാവത്തെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്തത് ദേവാലയത്തിൽ ബലി അർപ്പിക്കുമ്പോൾ ഇതെല്ലാം വെറും ഓർഡിനറി കാറ്റഗിസമാണ്. ഞാനത് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. നിങ്ങളിതെല്ലാം അറിയാവുന്നവരും കുട്ടികളെ പഠിപ്പിക്കുന്നവരും ഒക്കെയാണ്. ദേവാലയത്തിൽ 3 സഭകളുടെ സംഗമം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് ആരാണ്? സമര സഭയാണ്. ആരാണ്? സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആൾക്കാരാണ്. അത് യുദ്ധഭൂമിയായി എന്നൊക്കെ പേപ്പറിൽ വായിക്കാം. ഈ ലോകത്തിൽ പിശാചിനോട് പൈശാചികതയോട് നിരന്തരം സമരം ചെയ്യുന്ന ആളുകളാണ്. ഈ സമരത്തിനിടയിൽ അവര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അതിനടിയിൽ ഒരു സഭയുണ്ട്. അത് സഹന സഭയാണ്. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആളുകളാണ്. തങ്ങളുടെ ജീവിതകാലത്തെ ചെയ്തികൾക്ക് പരിഹാരം അനുഷ്ഠിക്കാനായിട്ട് നമ്മളുടെ പ്രാർത്ഥനകൾ കാത്തു നിൽക്കുന്നത്. മുകളിൽ മാലാഖമാര് നമ്മൾ പങ്കെടുക്കുന്ന അർപ്പിക്കുന്ന ബലിയുടെ യോഗ്യതകൾ അവർക്ക് ഒഴിച്ചു കൊടുക്കുന്നു ആശ്വാസമായി. ആ വെള്ളത്തിൽ വിരൽ മുക്കി തണുപ്പിക്കാനായിട്ട് അവനെ ലാസറിനെ വിടണമെന്ന് കൊണ്ട് ധനിയൻ പറഞ്ഞത് ഓർക്കാം. ബാധിച്ച് പൊരിഞ്ഞിരിക്കുവാണ്. മുകളിൽ നിന്ന് ദാഹജലം ഒഴിച്ചു കൊടുക്കുന്നു. അതിന് മുകളിൽ വേറൊരു ഗ്രൂപ്പുണ്ട്. അവരാണ് വിജയസഭ. പൈശാചികതയോട് സഹനങ്ങളോട് പടവെട്ടി വിജയം വരിച്ച് സ്വർഗത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുസ്മരിച്ചു സ്വന്തമാക്കി അത് അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഒരു ഗണമാണ്. മാർപ്പാപ്പയൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഉണ്ട് പേടിക്കുന്നു. ഈ 3 സഭകളും സമ്മേളിക്കുന്ന ഇടമാണ് ദേവാലയം. ഇനി ആദിമ നൂറ്റാണ്ടുകളിൽ നമ്മൾ ഈ ബലിപീഠം ചെയ്തുകൊണ്ടിരുന്നത് രക്തസാക്ഷികളെ എവിടെയാണ് അടക്കിയിരുന്നത്? അവരുടെ ബലിപീഠത്തിന് മുകളിലാണ് ദേവാലയം പണിതിരുന്നത്. കൃത്യം ബലിപീഠം ഈ കബറിടത്തിന് മുകളിൽ പണിയുമായിരുന്നു. അതിനടിയിൽ ഇവരുടെ അസ്ഥികളുണ്ട്. റോമില് പത്രോസിന്റെ ബസലിക്കയും പൗലോസിന്റെ ബസലിക്കയും നമ്മുടെ മൈലപ്പൂര് സാന്തോ ബസലിക്കയൊക്കെ ചെന്നാൽ കാണാൻ കഴിയും. ബലിപീഠം അതിന് നേരെ മുകളിലാണ്. പിന്നീട് അവിടെ എല്ലായിടത്തും കൊണ്ടേ ദേവാലയം പണിയാൻ പറ്റിയല്ല. കാരണം കാട്ടിലും ശ്മശാനത്തിലും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരുടെ തിരിശേഷി പോലെ കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ തിരിശേഷിപ്പ് വണക്കമൊക്കെ നമ്മളുടെ സഭയിലെ പ്രയോഗത്തിലേക്ക് വരുന്നത്. ഇനി നമ്മൾ എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നത്? എന്തിനാണ് ബലി അർപ്പിക്കുന്നത്? ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാൻ, മാലാഖമാരുടെ കണ്ണോടെയാണ് സ്തുതിക്കാൻ, സങ്കീർത്തനങ്ങൾ പാടി സ്തുതിക്കാൻ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുർബാന മധ്യേ നമ്മൾ 3 തവണ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 2 തവണ മസ്റ്റായിട്ടും ചെല്ലണം. 3ാമത്തത് ഓപ്ഷണലാണ്, ഐച്ഛികമാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വലിയ ആർക്ക് അച്ഛനെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ഓപ്ഷനും ഇല്ല. അച്ഛൻ്റെ ഓപ്ഷനാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പൊ ഇവിടെ എന്താണ്? ഒന്നാമത്തത് പിതാവായ ദൈവത്തെ മക്കൾ ഒന്ന് ചേർന്ന് സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്നൊക്കെ ആഘോഷമായിട്ട് അല്ലേ? അപ്പച്ചനോട് മിണ്ടുമ്പം നമ്മൾ വാച്ചൻ നോക്കാറൊന്നുമില്ല, മദറിനെ നോക്കാറില്ല. കാരണം മിണ്ടുന്നത് എൻ്റെ അപ്പനോടാണ്. അല്ല, നമുക്ക് അത് സ്വാതന്ത്ര്യമുണ്ട്. ചോദിച്ചാൽ അയാളോടായിട്ട് മിണ്ടിക്കൊണ്ട് ഞാൻ എൻ്റെ അപ്പനോടാന്ന് പറയാം. അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അവിടെ സമയം നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിതാവായ ദൈവത്തെ മക്കൾ ഒന്നു ചേർന്ന് ആഘോഷമായിട്ട് സ്തുതിക്കുന്നു. രണ്ടാമത്തേത് നമ്മുടെ അന്യന്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ടുള്ള സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. ആഘോഷമൊന്നുമില്ല, ഇല്ല, പരിശുദ്ധമെന്നാണ് ചേർത്തിട്ടില്ല. എന്തിനാണ്? ദൈവസ്നേഹത്തെ നിരസിച്ച് പാപത്തിൽ വീണുപോയതിന് മാപ്പ് ചോദിച്ച് ഇങ്ങനെ പ്രോഗ്രസ് കാലയിൽ മാർക്ക് തിരുത്തിയിട്ട് അപ്പം നിൽക്കുന്ന പോലെ നമ്മൾ നിൽക്കുവാണ് അല്ലെ? അങ്ങനെ അത്ര വലിയ ആത്മവിശ്വാസമൊന്നും നമുക്ക് ഇല്ല. അതുകൊണ്ടാണ് വലിയ സ്തുതികീർത്തനമൊന്നും ഇല്ലാതെ വളരെ സാധാരണമായ രീതിയിൽ ലളിതമായി. മൂന്നാമത്തേത് ഈശോയുടെ തിരിച്ചറിയത്തങ്ങൾ സ്വീകരിച്ച് ഇതിന് ശേഷം നമ്മൾ ചൊല്ലുന്നതാണ് സമാപനാശീർവാദത്തിന് തൊട്ട് മുൻപായി. അത് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. ദൈവം പിതാവാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ
ഈശോയുടെ തിരിച്ചറിയത്തിനെ സ്വീകരിക്കാൻ അനുവദിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഓക്കെ.